തുടരും. വെറും തുടരല്ലാട്ടാ, മോഹൻലാൽ തുടരും. മോഹൻലാൽ യുഗം തുടരും. അജാതി പാഠം. മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ ഒരു മോഹൻലാൽ സിനിമ കണ്ടു വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മോഹൻലാൽ സിനിമ കണ്ട് സന്തോഷത്തോടെ തിയേറ്ററിന്റെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പൊ വീട്ടിൽ വന്നിരിക്കണം. സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. കാരണം ഞാൻ കാണാൻ ആഗ്രഹിച്ച ലാലേട്ടൻ ഇതായിരുന്നു. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച സാധനം അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു സാധനം തന്നെ തരുൺമൂർത്തി എടുത്തു വെച്ചിരിക്കുകയാണ്. തുടരും. സത്യം പറഞ്ഞ എമ്പുരാനെന്നല്ല നമ്മൾ കാണാൻ ആഗ്രഹിച്ചത്. ഈ ഒരു ലാലേട്ടൻ, ഇതിലെ ലാലേട്ടൻ ഷൺമുഖൻ എന്ന സാധാരണക്കാരൻ, ആ ലാലേട്ടനാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചത്. എമ്പുരാൻ പറയുമ്പോൾ ഇൻഡസ്ട്രീറ്റ് ആണെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി വലിയ തൃപ്തി തരാത്തൊരു സിനിമയായിരുന്നു. പക്ഷെ അത് പലിശ സഹിതം ഇപ്പൊ തീർന്നിരിക്കുകയാണ്. അതുപോലത്തെ ഒരു സിനിമയും കണ്ടാണ് വന്നിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടന്റെ മനസ്സ് നിറഞ്ഞ, അല്ലെങ്കിൽ ആവേശം കൊള്ളിച്ച എല്ലാം ഉണ്ട് ഇതിൽ. ഇതൊരു ഫാമിലി ഡ്രാമയാണ് സിനിമ. എന്നാൽ പോലും നമ്മൾ കാണാൻ ആഗ്രഹിക്കണ ഒരു തനി നാട്ടുംപുറത്തുകാരൊരു പാവം, ഒരു സാധാരണക്കാരൻ ക്യാരക്ടർ ആണെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, സാധനം ഉണ്ട് ഇതിലെ സെക്കൻഡ് ഹാഫിലൊക്കെ ചില സാധനങ്ങളുണ്ട്. ഞാൻ പറയുന്നില്ല, സിനിമയുടെ ഉള്ളിലോട്ട് ഞാൻ അധികം കടക്കണില്ല. നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ സിനിമ ഒരു ദൃശ്യം മോഡല് സിനിമയാണെന്ന് ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേരെങ്കിലും കണ്ടു, ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ദൃശ്യം മോഡലോ, അപ്പൊ നമ്മൾ ആ ഒരു ലെവലിലോട്ട് എക്സ്പെക്ട് ചെയ്യണോ, ഇനി എക്സ്പെക്ട് ചെയ്താൽ നിരാശയാവും എന്നൊക്കെ ഒരു പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പോയില്ല. പക്ഷെ എങ്കിലും ഇത് നല്ലൊരു സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കയറുന്നത്. ഇതൊരു ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ദൃശ്യം മോഡൽ സിനിമയാണ് തുടരും. ദൃശ്യം മോഡൽ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു സിനിമ എന്നല്ല. ഈ സിനിമയുടെ പോക്ക് ഏകദേശം ചെറിയ സാമ്യക്ക് ദൃശ്യം സിനിമയായിട്ടുണ്ട്. ഈ സിനിമ സ്റ്റാർട്ടിങ് തുടങ്ങി ഷൺമുഖൻ എന്ന കഥാപാത്രം, അയാളുടെ കുടുംബം, ഒരു സാധാരണക്കാരായ ഒരു ടാക്സി ഡ്രൈവറാണ് ഇതിലെ ഷൺമുഖൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം. അയാൾക്ക് അയാളുടെ വണ്ടിയോട് ഒരു സ്വന്തം മക്കളെ പോലെയാണ് അയാളുടെ വണ്ടി, ഒരു ബ്ലാക്ക് അംബാസഡർ നോക്കി കാണുന്നത്. ആ ഒരു ടാക്സി ഡ്രൈവറാണ്. ആ വണ്ടിയാണ് അയാളുടെ ഉപജീവന മാർഗം. ആ വണ്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഇങ്ങനെയൊക്കെ പോയി ഒരു സാധാരണ രീതിയിലാണ് നമ്മുടെ തുടരും സിനിമയുടെ തുടക്കം. ഈ സിനിമയ്ക്ക് 3 ടൈറ്റിലുണ്ട്. തുടരും എന്ന ടൈറ്റിൽ സിനിമയിൽ 3 പ്രാവശ്യമാണ് വരുന്നത്. 3 പ്രാവശ്യമാണ് ആദ്യം സിനിമയുടെ സ്റ്റാർട്ടിങ്, പിന്നെ ഇന്റർവെല്ലിന്, പിന്നെ പടം കഴിയുമ്പോൾ അവസാനം ഒരു തുടരും. ആ തുടരും വെറും തുടരും എന്നുള്ള ടൈറ്റിലായിരുന്നില്ല, അത് മോഹൻലാൽ തുടരും എന്നായിരുന്നു ആ ടൈറ്റിൽ. അത് കിടുമായിരുന്നു. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് ടൈറ്റില് അതിനെക്കാട്ടും ശരിക്കും ഈ സിനിമയുടെ പേര് വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ ഈ സിനിമ എന്താണെന്ന് ഉള്ളതിൻ്റെ ടൈറ്റിൽ ആ ഇന്റർവെല്ലിൽ പറഞ്ഞ ടൈറ്റിലാണ്. അതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. പടം എല്ലാം കൊണ്ട് ഒരു മോഹൻലാൽ, ഞാൻ സത്യം പറഞ്ഞ ലാലേട്ടൻ അത്ര വലിയ ഫാനൊന്നുമില്ല. ലാലേട്ടന് ഇഷ്ടമാണ്, ലാലേട്ടൻ്റെ സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ലാലേട്ടൻ ഒരു തിരിച്ചുവര് നന്നായി ആഗ്രഹിച്ച ഒരാളാണ്. എന്നിട്ട് പോലും എനിക്ക് ഇത്ര സന്തോഷമായി. ഒരു മോഹൻലാൽ ആരാധകന്റെ അവസ്ഥ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. അതുപോലത്തെ ഒരു സിനിമ, ഞാൻ എല്ലാം കൊണ്ടും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ സിനിമ പൂർണ്ണ സംതൃപ്തി കിട്ടിയ ഒരു ലാലേട്ടൻ ചിത്രം, അത് കാണാൻ പറ്റി. അത് വളരെ സന്തോഷം. ലാലേട്ടനെ ഇങ്ങനൊരു കംബാക്ക് ഞാൻ ആഗ്രഹിച്ചത് ഈ ഒരു ലാലേട്ടന് വേണ്ടിയായിരുന്നു. നിങ്ങളെല്ലാവരും സിനിമ എന്തായാലും പോയി കണ്ടോ. ഞാൻ പറയേണ്ട കാര്യമില്ല, ഇനിയിപ്പോൾ എന്തായാലും ഈ സിനിമ ഇനി ഏത് ലെവലിൽ പോകുന്നു കണ്ടറിയാം. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മോഹൻലാൽ സിനിമയ്ക്ക് ഇത്രയും നല്ലൊരു ഇത് വരാൻ പോണം. അപ്പോൾ അത് നല്ല ലോങ് റണ്ണും നല്ല കളക്ഷനൊക്കെ കിട്ടി ഭയങ്കരമായിട്ട് കയറി പോട്ടെ ലാലേട്ടൻ. ഇതാണ് തിരിച്ചു വരും. ഇങ്ങനെ പറഞ്ഞ അടിക്ക് കനം വീഴണം. ആ അടിക്കണ അടിയിലാണ് ആ കനാണ് ഇന്ന് കണ്ടത്. എന്തായാലും കത്തി കയറട്ടെ. ലാലേട്ടൻ മോഹൻലാൽ യുഗം തുടരട്ടെ. കുറെ കൊച്ചുവാണങ്ങളുണ്ട്. മോഹൻലാലിനെ അഭിനയിക്കാൻ അറിയില്ലേ, മോഹൻലാലിന് താടി വെച്ച അഭിനയം വരില്ലേ എന്നൊക്കെ പറയണ കുറെ കൊച്ചുവാണങ്ങളുണ്ട്. അവനറിയില്ല, അവർക്കൊന്നും അറിയില്ല മോഹൻലാൽ ആരാന്ന്. അത് കാണിച്ചു കൊണ്ടു. ഇനി കണ്ടോ ബോക്സ് ഓഫീസിന്റെ നെഞ്ചത്ത് ആണി അടിച്ച് കയറുന്ന അടി ഇനി കാണാം. ഇനി വരും ദിവസങ്ങളിൽ അത് കാണാം. അപ്പോൾ എനിക്ക് ഇത്ര പറയുള്ളൂ. കിട്ടുപടം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എന്തായാലും ഒരു പ്രാവശ്യം കൂടി ഞാൻ ഈ സിനിമ പോയി കാണും. എല്ലാം കൊണ്ടും എന്നെ തൃപ്തിപ്പെടുത്തിയ ഒരു മോഹൻലാൽ സിനിമ തന്നെയാണ് തുടരും. എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത്രയും സന്തോഷത്തോടെ ഒരു റിവ്യൂ ചെയ്യണ
അപൂർവം ചില പടങ്ങളുള്ളൂ. അതിലൊരു സിനിമയാണ് ഇപ്പോൾ തുടരും. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ പറ്റി ഒന്നും സംസാരിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു സന്തോഷത്തിലാണ് നിൽക്കണം. എന്തായാലും ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് എന്തായാലും ഗംഭീരമായി. എന്നാൽ എല്ലാം കൊണ്ട് തന്നെ ഭയങ്കര ഒരു തൃപ്തിപ്പെടുത്തിയ ഒരു ലാലേട്ടൻ സിനിമ. അപ്പം എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ. നമുക്ക് കൈയടിക്കാനുള്ള സീനുകളുണ്ട്, ഇമോഷണലി കണക്ട് ആവുന്ന സീനുണ്ട്. എല്ലാ ലാലേട്ടൻ നമ്മൾ എങ്ങനെ കാണുന്നു ആ സാധനങ്ങളൊക്കെ പടത്തിൻ്റെ അകത്തുണ്ട്. അപ്പം വിട്ടോ ഒന്നും നോക്കണ്ട.